വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ഹോം സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പോലീസ് ഓഫീസർ വേഷം, അത് ഇത് എങ്ങനെയായിരിക്കും ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിന്തയുണ്ടായിരുന്നു. കാരണം അങ്ങേരുടെ റോളുകൾ എപ്പോഴും തന്നെ ഒരു ശാന്തമായ ഒരു പാവമായ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സിനിമയിലെ പോരായ്മകൾ എന്താണോ എനിക്ക് തോന്നിയത് അത് ഞാൻ ആദ്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ സിനിമയിൽ ഒരു പോലീസിനെ കാണിക്കുന്നു, അങ്ങേരെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കുറയ്ക്കാമായിരുന്നു. അത്ര ടൈം ആ പോലീസ് ഓഫീസർ ചെയ്യുന്ന കാര്യത്തിന് വേണ്ട എന്നെനിക്ക് തോന്നി. കാരണം അങ്ങേര് കുറച്ച് നേരമൊക്കെ ആലോചിച്ച് പതുക്കെ വന്നിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചൊന്ന് കുറയ്ക്കാമായിരുന്നു ടൈം എന്ന് തോന്നി. ഈ സിനിമയിലെ ആദ്യത്തെ സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട തന്നെയാണ്. പിന്നെ അതേപോലെ ആ സമയത്തുള്ള ആ ഒരു കളർ ഗ്രേഡിങ് അതൊന്നുകൂടി ബ്രൈറ്റ്നെസ് കൂട്ടാമായിരുന്നു. ആ സമയത്ത് മാത്രമല്ല, ഞാൻ ആ ഒരു സീനിനെ മാത്രം ഇപ്പോൾ തൽക്കാലം പറയുകയാണ്. ആ സീനിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് ആ കളർ ഗ്രേഡിങ് ഒരു ചുവപ്പ് പോലത്തെ കളർ ഗ്രേഡിങ് ആണ്, അത് കുറച്ചൊന്ന് ലെവലാക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ അത്രയും സമയവും വേണ്ട, പെട്ടെന്ന് ആ സംഭവം കാണിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് സിനിമ പോകാമായിരുന്നു എന്ന് തോന്നി. അത് കുറേ സമയമൊന്നും എടുക്കുന്നില്ല, എന്നാലും നമുക്ക് അത് ഇങ്ങനെ പതുക്കെ വന്ന് കക്ഷി അവിടെ കയറി അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ടൈം എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാമായിരുന്നു, അവിടെ കളർ ഗ്രേഡിങ്ങും കുറയ്ക്കാമായിരുന്നു, ബ്രൈറ്റ്നെസ് ലേശം കൂട്ടാമായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഓരോ ആക്ടേഴ്സിൻ്റെ മുഖം കാണിക്കുമ്പോഴും മുഖത്ത് ഒരു നിഴൽ വരുന്നുണ്ട്. അതായത് ഒരു ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് റോബി വർഗീസാണ്. കുഴപ്പമില്ലെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ലൈറ്റ് മുഖത്തേക്ക് അടിച്ചതൊക്കെ ഒന്നുകൂടി ബ്രൈറ്റ്നെസ് കൊടുക്കാമായിരുന്നു. പലതും ആ മുഖത്തിൻ്റെ ആ മൂക്കിൻ്റെ ഭാഗത്ത് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ഇരുട്ടായിട്ടാണ് കാണുന്നത്. അവിടെ എന്തോ ഒരു ലൈറ്റ് കൊടുത്തത് ഒരു കുറവുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്തതല്ല, കാരണം നമ്മുടെ കാഴ്ചയിൽ അത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു ഇരുട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷേ അത്രയ്ക്ക് ഒരു ഇരുട്ടിൻ്റെ ആവശ്യം വേണ്ട. അതായത് പകൽ സമയത്തും ഒരു പല സ്ഥലങ്ങളിലും ഒരു ഇരുട്ട് പോലെയുണ്ട്, അത്രയ്ക്ക് ഒരു ഇരുട്ട് വേണ്ട. അപ്പോൾ ആ വെളിച്ചം കൊടുത്തതിൻ്റെ കുറവ് ആ സിനിമാറ്റോഗ്രാഫിയിൽ ഉണ്ട്, അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഇരുട്ടായ സമയത്തുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അവിടെയും കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാമായിരുന്നു. അതേപോലെ കളർ ഗ്രേഡിങ് തന്നെ, കളർ ഗ്രേഡിങ് കുഴപ്പമില്ല. അവസാനം വരുന്ന ആ ഫൈറ്റ് സീനിലൊക്കെ കളർ ഗ്രേഡിങ് ഓക്കെയാണ്. ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ പോലെ വരുന്ന ആ കുട്ടി ഓടിപ്പോകുന്ന ആ സമയത്ത് ഉള്ള ഭാഗങ്ങളൊക്കെ, പക്ഷേ അവിടെയും ഒന്നുകൂടി ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാമായിരുന്നു. പിന്നെ ആക്ഷൻ രംഗങ്ങളിലും ക്യാമറ വല്ലാതെ ഷെയ്ക്കാവുന്ന പോലെയുണ്ട്. ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ആ ഷെയ്ക്കിങ് വേണം വെച്ച് മനഃപൂർവ്വം അങ്ങനെ ഷെയ്ക്ക് ചെയ്തതാണോ, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഷെയ്ക്ക് ചെയ്തതാണോ എന്നറിയില്ല. എന്നാലും ഷെയ്ക്ക് കുറച്ചിട്ട് അവർ ആ ആക്ഷൻ രംഗങ്ങൾ ഓരോന്നും ഓരോ പഞ്ചും ഒക്കെ നമുക്ക് ഒന്നുകൂടി വ്യക്തമായി കാണുന്ന പോലെ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അത് എല്ലാ ഭാഗങ്ങളിലും അങ്ങനെയല്ല കേട്ടോ, ആക്ഷനൊക്കെ നന്നായിട്ടുണ്ട്, പൊളിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ വല്ലാതെ ഷെയ്ക്ക് വരികയാണ്. അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാമായിരുന്നു. അപ്പോൾ അത് സിനിമാറ്റോഗ്രാഫിയിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ്, അതൊന്ന് ക്ലിയർ ആക്കാമായിരുന്നു. പിന്നെ അതേപോലെ കളർ ഗ്രേഡിങ് ഒന്നുകൂടി ബ്രൈറ്റ്നെസ് ആക്കാമായിരുന്നു. മൊത്തത്തിൽ ആ ഒരു വെളിച്ചം കൂട്ടാൻ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമേനെ വീണ്ടും പൊക്കിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുകയാണ്. അപ്പോൾ ഈ സിനിമ ഒന്നുകൂടി വ്യക്തമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ചാക്കോച്ചൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഓഫീസറായി ഇദ്ദേഹം എന്ത് ഭാവമാണ് കാണിക്കുക എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ശരിക്കും ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പുള്ളിയുടെ ആ ഒരു എൻട്രി
ഗംഭീരമായിട്ടുണ്ട്. ശരിക്കൊരു ആക്ഷൻ ഹീറോ ബിജു നമ്മൾ കണ്ടുവല്ലോ. നിവിൻ പോളിയുടെ അഭിനയം വളരെ നാച്ചുറലായിരുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയൊക്കെ സംഭവിക്കുക ആ രീതിയിലുള്ള എൻട്രിയൊക്കെയാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. എൻട്രി മാത്രമല്ല, ഈ സിനിമയുടെ അവസാനം വരെയും പോലീസ് നാച്ചുറലായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അത് ചാക്കോച്ചൻ നന്നായിട്ട് ആ എക്സ്പ്രഷൻ ആ മുഖത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം, ശാന്തമായ സംസാരം, അതേസമയം ഗംഭീര ഗൗരവ ഭാവം അതൊക്കെ തന്നെ നന്നായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തിരക്കഥയൊക്കെ കഥ എഴുതിയിരിക്കുന്നത് ഷാഹി കബീറാണ്. ഒരു പൊളിച്ച കഥയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ ചാനലിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ സിനിമയുടെ കഥയും തിരക്കഥയും തന്നെ നന്നായി വന്നിട്ടുണ്ട്. എനിക്ക് അത് ഓക്കെയാണെങ്കിലും അതേപോലെ ചമൻ ചാക്കോ ആണ് ഇതിൻ്റെ എഡിറ്റർ. ബ്രൊമാൻസ് എഡിറ്റ് ചെയ്ത ആൾ തന്നെയാണ്. നന്നായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റിങ്ങിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമായിരുന്നു. പക്ഷേ എന്നാലും സീനുകളൊക്കെ വേണ്ടാത്ത സീനുകളൊന്നും ഇല്ല. ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൂട്ടി യോജിപ്പിച്ച് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു ക്രൈം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ ഒന്നുകൂടി ആ വില്ലന്മാരുടെ പവർ കൂട്ടാമായിരുന്നു. അതായത് വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴുത്തറുത്ത് കൊല്ലുക അല്ലെങ്കിൽ തുണ്ടാക്കി കൊല്ലുക അങ്ങനത്തെ കാര്യങ്ങളല്ല കേട്ടോ. അതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതെനിക്ക് വലിയ താല്പര്യവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ആ ക്രൈം ഒന്നുകൂടി ഭീകരമാക്കി കാണിച്ചിരുന്നെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ഇൻ്റർവെല്ലിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഒന്നുകൂടി ത്രില്ലിങ് വരുമായിരുന്നു. കാരണം ഈ വില്ലന്മാരെ എങ്ങനെയും തളയ്ക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ് വരുമായിരുന്നു. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം നല്ല ഗംഭീരമായി പോകുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആ ഭാഗത്തൊരു കുറവ് തോന്നി. അത് ഞാൻ നേരത്തെ ആ പോരായ്മയിൽ പറയാൻ വിട്ടതാണ്. അവിടെ എനിക്ക് ഒന്നുകൂടി ഗംഭീരമാക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ജിത്തു അഷ്റഫാണ്. നന്നായി മികച്ച ഡയറക്ഷൻ തന്നെയാണ് അങ്ങേര് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡയറക്ഷൻ്റെ ഭാഗത്തും ഞാൻ ഈ പറഞ്ഞ പോരായ്മകളെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്കിത് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളാണോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങേര് അതൊന്ന് ശ്രദ്ധിക്കാമേ. പക്ഷേ എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമ മൊത്തത്തിൽ കഥ കൊണ്ടും തിരക്കഥ കൊണ്ടും ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ക്രൈം ഈ സിനിമയിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫാമിലിയെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഈ സിനിമയിൽ ഒരുപാടുണ്ട്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു നല്ല മൂവി തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ശരിക്ക് ഓൺ ഡ്യൂട്ടിയിൽ തന്നെയാണ് ചാക്കോച്ചൻ. പിന്നെ ഈ സിനിമയുടെ അവസാനമായപ്പോൾ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അവസാനം ചാക്കോച്ചനോട് കൂടെയുള്ള പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, നീ ഈ കാര്യം അറിഞ്ഞോന്നൊക്കെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്ന സീനുകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് പാർട്ട് 2 പോവുകയാണോ, വലിച്ചിഴക്കിയാണോ, ഒരു സുഖമില്ലാതാവോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ആ ഒരു അവസാനത്തെ ക്ലൈമാക്സ്, സിനിമയുടെ പൂർത്തീകരണം ഗംഭീരമാക്കിയിട്ടുണ്ട്. നന്നായി. ആ സമയത്ത് ചാക്കോച്ചൻ ആ ലാസ്റ്റ് സീനിൽ അങ്ങനെ ആ ഒരു ചെക്ക് ഷർട്ട് ഇട്ടിട്ട് ആ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വില്ലന്മാരുടെ അടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഒന്ന് അഭിനന്ദനങ്ങൾ പറയാൻ തോന്നിപ്പോയി. കാരണം പൂർത്തീകരണം ഗംഭീരമാണ്. ഈ സിനിമയ്ക്ക് ലാസ്റ്റ് പോയിട്ട് കുളവാക്കുന്ന കുറേ സിനിമകൾ ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു. അതേപോലെ ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ വല്ലാതെ അടിച്ചതും പറന്ന് അവിടെ പോയി വീഴുക അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയല്ലാതെ ഒരു പോലീസ് ഓഫീസറുടെ അടി എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ക്യാമറ ഷെയ്ക്കൊക്കെ ഒന്ന് കുറച്ചിട്ട് കാണിക്കാമായിരുന്നു തോന്നി. പക്ഷേ ഈ സിനിമയുടെ ഒരു 60% കഴിഞ്ഞിട്ട്, ഇടവേള കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ആക്ഷനൊന്നും വന്നില്ല. പക്ഷേ ആക്ഷൻ തുടങ്ങിയതിന് ശേഷം വില്ലന്മാരും ഇതിലെ പോലീസ് ഓഫീസറായി അഭിനയിച്ച നമ്മുടെ ചാക്കോച്ചനും തമ്മിലുള്ള സംഘടനയൊക്കെ നന്നായിട്ടുണ്ട്. അവസാനം വരെയും ആക്ഷൻ രംഗങ്ങളുണ്ട്, നന്നായിട്ടുണ്ട്. നമുക്ക് ഫാമിലിയായി പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി.